ഈ ശരീരത്തിനാണ് ഗ്യാരണ്ടി ഇല്ലാത്തത്. ബാക്കി ഈ ശരീരം നഷ്ടപ്പെട്ടാൽ ആത്മാവായി ഞാൻ ഉണ്ടായിരിക്കും. പക്ഷെ ഈ ശരീരത്തിന് വേണ്ടിയാണ് നമ്മൾ നാളുകളെ കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നത്, സ്വപ്നങ്ങൾ കാണുന്നതെല്ലാം ഈ ശരീരത്തിൻ്റെതായ പ്രാപ്തികൾ നേടാൻ വേണ്ടിയാണ്. ബാക്കി ഇപ്പോൾ ഈ സെക്കൻഡ് എനിക്ക് തൃപ്തിയുണ്ടോ, ശാന്തിയുണ്ടോ, ഞാൻ സമ്പന്നനാണെന്നുള്ള ഫീലിങ്സ് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും മുഖ്യം. നാളെ ഞാൻ ഇനി വലിയൊരാളാകട്ടെ, പഠിച്ച് ഇനി വലിയ ആളാകട്ടെ, ഇല്ല എനിക്ക് ഇന്ന ഒരു പ്രായമാകട്ടെ, അത് കഴിഞ്ഞ് ഞാൻ തൃപ്തനാകാം. ഇല്ല എൻ്റെ പിള്ളേരെ കല്യാണം കഴിച്ച് വിട്ടതിന് ശേഷം ഞാൻ ഒന്ന് ശാന്തമാകും, ഇന്ന വ്യക്തി സെറ്റിലായി കഴിഞ്ഞാൽ ഞാൻ ശാന്തമാകും, ഇല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ശാന്തനാകും. അങ്ങനെ ചിന്തിച്ചാൽ എന്താണ്? നമ്മളുടെ ഒരു തെറ്റായ ഒരു ചിന്താഗതിയാണ്. നമ്മുടെ എനർജി എന്തായിരിക്കും? നെഗറ്റീവ് എനർജിയാണ്. നമ്മൾ വളരെ അകലെ മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മുടെ ഭാഗ്യത്തെ. ആരാണോ ഞാൻ ഇപ്പോൾ തന്നെ തൃപ്തനാണ്, ഇപ്പോൾ തന്നെ ഞാൻ സന്തോഷവാനാണ്, ഞാൻ ശാന്തനാണ്, എനിക്ക് ഭഗവാൻ എല്ലാം നൽകിയിട്ടുണ്ട്, എൻ്റെ ഈ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്, നാളെക്കുറിച്ച് എനിക്കറിയില്ല, ദൈവം ഇന്ന് നൽകിയിരിക്കുന്ന ഈ ഓരോ സെക്കൻഡ് ഞാൻ സന്തോഷത്തോടെ തൃപ്തിയോടുകൂടി ജീവിക്കണം എന്ന് തീരുമാനിക്കണം. ആ സെക്കൻഡ് മുതൽ നമ്മളെ തേടി എല്ലാം വരാൻ തുടങ്ങും. ഇല്ല ഇനി കുറെ കഴിഞ്ഞിട്ട് മതി, ആയിരിക്കണം, ഇപ്പോൾ തന്നെ സന്തോഷവാനായിരിക്കണം, എനിക്ക് നേടാനായിട്ടൊന്നുമില്ല. അല്ലെ ഗുരു അതല്ലേ പഠിപ്പിച്ചത്? നിങ്ങൾക്ക് നേടേണ്ട ഏറ്റവും വിലപ്പെട്ടതാരാ? ആത്മാവ്, നമ്മളാണ് അല്ലെ. അതെവിടെ തന്നെയുണ്ട്? നമ്മുടെ കൂടെ തന്നെയുണ്ട്, നമ്മൾ തന്നെയല്ലേ. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് തൃപ്തി ഇല്ലാത്തത്? എന്തായാലും കൊടുക്കുന്നില്ല, ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഏറ്റവും നല്ലത് എനിക്ക് ഞാനാണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ ജീവിച്ചിരിക്കുന്നില്ലേ അല്ലെ, ഇപ്പൊ ഈ സെക്കൻഡ് ഞാൻ ജീവിച്ചിരിക്കുന്നില്ലേ അല്ലെ, ഇത് മതി. അപ്പൊ ആ സാറ്റിസ്ഫാക്ഷൻ, ആ തൃപ്തി ഉണ്ടാകണം. അപ്പൊ ഈ വീട്ടിലെ ഏറ്റവും വിലപ്പെട്ട ഐശ്വര്യം ആരാണ്? ഞാനാണ് അല്ലെ. നമ്മുടെ വീട്ടിലെ ഐശ്വര്യം ആ വ്യക്തിയാണ്, ഈ വ്യക്തിയാണ് അല്ലെ. ഇനി ആരൊക്കെയോ വരണം, എന്തൊക്കെയോ കിട്ടണം, ഒരു വീട് പണിയണം, ഇല്ല അത് കിട്ടണം, ഇത് കിട്ടണം, അതാണ് ആഗ്രഹം അല്ലെ.